എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്യാബേജ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ക്യാബേജ് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ശേഷം ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില എല്ലാം മൂപ്പിച്ചെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഇപ്പോൾ പാകത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു സൈസിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പേരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതെല്ലാം കൂടെ ചട്ടിയുടെ നടുവിലേക്കായി കുമിച്ച് വെച്ചിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് 3 മുതൽ 4 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടപ്പൊന്ന് തുറന്ന് നോക്കുകയാണ്. ക്യാബേജിലുള്ള വെള്ളം നന്നായി ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ക്യാബേജ് വെന്തിട്ടില്ല. ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ചട്ടിയുടെ നടുവിലേക്കായി കുമിച്ച് വെച്ച് 4 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ദാ ക്യാബേജിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. അവസാനമായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി തൂവി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ക്യാബേജ് ഉപ്പേരി റെഡി. ഈ മെഴുക്ക് പുരട്ടി പലതരത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ കാണിച്ചത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.